വീട്ടിലുള്ളവരൊക്കെ സൗകര്യപ്പെടുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അതിന് മാത്രം ആളൊന്നുമില്ല, ആയിക്കോട്ടെ, ഉള്ളവർ വീട്ടിലുള്ളവർ അവരൊന്നിച്ചിരുന്ന് ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുക. അതൊരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു ഊട്ടിയുറപ്പിക്കലാണ്. അത് ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സഹാബികളിൽ ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ വീട്ടിൽ വലിയൊരു പ്രയാസമുണ്ട്, അതിപ്പോൾ എല്ലാവരോടും അങ്ങനെ പറയാൻ വയ്യ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്കാർക്കും ഭക്ഷണം കഴിച്ചാൽ വയറ് അറിയണില്ല. അതൊരു പ്രശ്നം തന്നെയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകൾ, അള്ളാഹു കാക്കട്ടെ. എന്തൊരു പ്രശ്നമാണത്! എന്താണ് അതിൻ്റെ ഇടങ്ങാറ്? എത്രയാണ് അവർ കഴിക്കുകയെന്നറിയോ? ഭക്ഷണം കഴിച്ചാൽ പൂതി മാറാത്ത ആളുകളുണ്ട്. നമ്മളെ കൽബുതപ്പെട്ടു പോകും, എങ്ങട്ടാ അത് പോകുന്നതെന്ന് തോന്നിപ്പോവും. അള്ളാഹു കാക്കട്ടെ. അതൊരു രോഗമാണ്. റസൂലുള്ളാഹി നമ്മളോട് കാവൽ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. വമിൻ നഫ്സില്ലാ തശ്ബഅ്, നിറയാത്ത വയറിനെ തൊട്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ് വമിൻ ഖൽബിൻ ലാ യഖ്ശഅ് വമിൻ നഫ്സിൻ ലാ തശ്ബഅ് ومن عين لا تدمع ومن دعاء لا يسمع ومن دعوة لا يستجاب لها. ഇത് സഹാബികളോടും ഉമ്മത്തിനോടും പ്രാർത്ഥന നടത്താൻ മുത്തുനബി നിർദ്ദേശിച്ച സംഗതിയാണ്. അല്ലാഹുവോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, എന്താ അർത്ഥം? ഇന്നി, ഞാൻ അഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ ഇൽമിൻ ലാ യൻഫഅ്, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തെ തൊട്ട്. ലഭ്യമാകുന്ന വിജ്ഞാനം ഉപകാരപ്രദമായ നാഫിയായ ഇൽമാകണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അങ്ങനെ ആവണം. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് എല്ലാ യോഗ്യതകളും നേടി ഒരു ജോലിയും കിട്ടാതെ അവസാനം അവന് ആരാന്റെ പറമ്പിലേക്ക് ജോലിക്ക് പോകുന്ന അവസ്ഥ, അതവന് ലഭ്യമായ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടൊരു ഉപകാരം കിട്ടാതിരിക്കലല്ലേ? ഒരു ചെറുപ്പക്കാരൻ തെങ്ങിൽ കയറുന്നൊരു ഫോട്ടോ കൊടുത്തുകൊണ്ട് പത്രത്തിലൊരു കുറിപ്പ് വന്നിരുന്നു. ഇയാൾ ഏകദേശം എല്ലാ ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ജോലിക്കുള്ള തൗഫീക്കില്ല, ജോലി എന്തായിട്ടും ശരിയാവണില്ല. എന്നിട്ട് ആരാന്റെ പറമ്പിൽ തെങ്ങ് കയറാൻ അതിനും അവന് കഴിയും. അതും ഒരു രക്ഷണക്കേട് തന്നെയാണല്ലോ. ഇൽമു നാഫിയാകണം. അത് മതപരമായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഉയർന്ന ലെവലിൽ എത്തിക്കട്ടെ. നല്ല വിദ്യാഭ്യാസം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ആ വിദ്യാഭ്യാസമൊക്കെ അള്ളാഹു നാഫിയാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് ജല്ല ജലാലായ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കും മുഅ്മിനെ. അതുകൊണ്ട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. മിൻ ഇൽമിൻ ലാ യൻഫഅ്, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന്. പിന്നെയോ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ്, നിന്നെക്കുറിച്ചൊരു പേടിയുമില്ലാത്ത ഹൃദയത്തിൽ നിന്ന്. അറിവൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ യാതൊരു പേടിയുമില്ല. ഏത് തെറ്റും ചെയ്യാൻ പേടിയില്ല, നിർബന്ധമായ ഏത് കാര്യങ്ങൾ ഒഴിവാക്കാനും പേടിയില്ല. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ഒരു ചിന്തയാണ് അവനെ നയിക്കുന്നത്. ആ ചിന്തയോടെ മുന്നോട്ട് പോവുകയാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കാവൽ ചോദിക്കണം. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ്, അല്ലാഹുവിനെ പേടിയില്ലാത്ത കൽബിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. പിന്നെയോ വമിൻ ഐനിൻ ലാ തദ്മഅ്, വമിൻ ഐനിൻ ലാ തദ്മഅ്, വമിൻ ഐനിൻ, ഒരു കണ്ണിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ലാ തദ്മഅ്, ഒരിക്കലെങ്കിലും അല്ലാഹ് എന്നുള്ള ചിന്തയിൽ അല്ലാഹനെ പേടിച്ച് കണ്ണുനീര് വരാത്തൊരവസ്ഥ, അങ്ങനത്തെ കണ്ണിനെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നിങ്ങൾ കാവൽ തേടണേ എന്ന് മുഹമ്മദ് മുസ്തഫ
പിന്നെ പറഞ്ഞതാണ് വമിൻ നഫ്സില്ലാ തഷ്ബഅ, വമിൻ നഫ്സില്ലാ തഷ്ബഅ, നിറയാത്ത വയറിനെ തൊട്ടും. എത്ര കഴിച്ചാലും ഭക്ഷണം എത്ര കഴിച്ചാലും മതി വരുന്നില്ല, വീണ്ടും 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 കഴിക്കണം തോന്നുക. വയറ് നിറഞ്ഞാൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിരുന്നു. അയാൾ ഒരു 50 പൊറാട്ടയൊക്കെ കഴിക്കും. അപ്പം അയാളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 50 പൊറാട്ടയൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ആകെ ഇടങ്ങാറാകൂലേ, പ്രയാസാവൂലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കഴിച്ചാലല്ല കഴിച്ചിട്ടില്ലെങ്കിലാണ് പ്രയാസം. നമുക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഭൂരി എത്ര കഴിക്കും ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഭൂരി മിനിമം ഒരു 80എങ്കിലും കഴിക്കും. ഏറ്റവും വലിയ ഇഷ്ടം ഭൂരിയാണ്. ഒരു 80 ഭൂരിയെങ്കിലും കഴിക്കും. ബിരിയാണി എത്രയും കഴിക്കും. അയാൾക്ക് ആ നാട്ടിൽ അയാളെ കല്യാണത്തിന് വിളിക്കാൻ നാട്ടുകാർക്ക് പേടിയാണ്. വിളിക്കുകയാണെങ്കിൽ പ്രത്യേകം കരുതുന്നാ പറഞ്ഞത്. പടച്ചോനെ, വല്ലാത്തൊരു രോഗം, എന്ത് ശൈത്താനാ മേത്തുള്ളതെന്ന് അള്ളാഹ്ക്കേ അറിയോ. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. അങ്ങനെയുണ്ട് ചില പിശാചുബാധ ഏറ്റ ആളുകൾ പരിധിയില്ലാതെ ഭക്ഷണം കഴിക്കും. ചില പിശാചുബാധ ഏറ്റ ആളുകൾ അവർക്കങ്ങനെ വിളമ്പിട്ടെടുത്താൽ പ്ലേറ്റ് അങ്ങനെ കാലിയാവും, അങ്ങനെ കഴിച്ചു പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നിറയാത്ത വയറിനെ തൊട്ടും സ്വീകരിക്കപ്പെടാത്ത ദുആയിൽ നിന്നും ഒരാളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കപ്പെടാതെ നമ്മളെ ക്ഷണത്തെ നിരസിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നുവെന്ന് നിരന്തരം ദുആ ചെയ്യുകയും ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദുആ? ഇതൊക്കെ യൂട്യൂബിൽ ലൈവ് ഉണ്ട് ഈ പരിപാടി. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഒരു തവണ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അതങ്ങനെ മനസ്സിലാക്കാനൊന്നും കഴിയൂല. ഒന്ന് നമ്മളതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി കേട്ടിട്ട് പറ്റെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിച്ച് അതിൻ്റെ ഒരാളായി അതിലൊന്ന് ലയിച്ച് ചേരാൻ നോക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ ومن قلب لا يخشع ومن نفس عين لا تدمع ومن نفس لا تشبع ومن دعاء لا يسمع ومن دعوة لا يستجاب لها. വർഷം കബൂലാക്കട്ടെ. അപ്പോൾ ഈ സഹാബി വര്യൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുന്നത് എന്താണെന്നറിയോ? എനിക്കും എൻ്റെ കുടുംബത്തിനും ചെറിയ മക്കൾക്കടക്കം നബിയെ ഭക്ഷണം കഴിച്ചാൽ മതിയാവണില്ല. അപ്പൊ റസൂലുള്ള കൊടുത്തൊരു മറുപടി ഉണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ലഅല്ലക്കും തഅകുലൂന മുതഫരിഖീൻ ഇജ്തമിഉ അലാ തുആമിക്കും വദ്കുറു ഇസ്മല്ലാഹി അലൈഹി യുബാരികു ലക്കും ഫീ. റസൂലുള്ള അവരോട് പറയാണ്, മനസ്സിലായി ലഅല്ലക്കും തഅകുലൂന മുതഫരിഖീൻ. വീട്ടിലെല്ലാവരും വെവ്വേറെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറില്ലേ? ഓരോരുത്തർക്കും വേണം തോന്നുമ്പോൾ ഓരോരുത്തർ എടുത്താണ്ട് തിന്നുക, അല്ലാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു സ്വഭാവമില്ലല്ലേ. എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, ഇന്ന് മുതൽ ഇജ്തമിഉ അലാ തആമിക്കും. ഒരു നേരെങ്കിലും നിങ്ങളെല്ലാവരും ബാപ്പയും മക്കളും കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, മനസ്സിന് റാഹത്തുള്ള വിഷയങ്ങൾ പറയുക. എന്നിട്ട് വദ്കുറുസ്മല്ലാഹി അലൈഹി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എല്ലാവരും ചൊല്ലും ചെയ്യുക. എന്നാ യുബാരികു ലക്കും ഫീ, നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും, നിങ്ങളെ കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും ഒരുമയും ഊട്ടപ്പെടുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് പൊരുത്തമുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മളെ കുടുംബത്തിലൊക്കെ നല്ല ഐക്യവും ഒരുമയും സന്തോഷവും സലാമത്തും അള്ളാഹു നൽകട്ടെ. കുടുംബബന്ധം ചേർക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.